വെൽക്കം. പൈത്തൺ പ്രോഗ്രാമിംഗ് സീരീസിലെ ഈ വീഡിയോയിൽ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് ബേസ്ഡ് ടെക്സ്റ്റ് ഒൺലി ഗെയിം മോഡലാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഒക്കെ ഉൾപ്പെടുത്തി ഗെയിം ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാമിംഗിലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവയൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു ചെറിയ ഗെയിം നിങ്ങളെ പ്രോഗ്രാമിംഗിന്റെ കൺട്രോൾ ഫ്ലോ സെറ്റ് ചെയ്യുന്ന എലമെന്റ്സ് പ്രാക്ടിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഡെമോ നോക്കാം. ഇത്തരത്തിൽ വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് നമ്മൾ യൂസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. യൂസർ എൻ്റർ ചെയ്യുന്ന ഇൻപുട്ടുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗെയിമിന്റെ ലോജിക് ഉപയോഗിച്ചിട്ട്. ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസറിന്റെ ഇൻപുട്ട് ബേസ് ചെയ്ത് ഒരു ലോജിക്ക് വർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു ഗെയിമിന്റെ എൻഡിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു കൺട്രോൾ ഫ്ലോയിലായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ലെറ്റ്സ് ചൂസ് എ പ്രോജക്റ്റ് ഫോൾഡർ and let's open this with Visual Studio Code. Second step, let's enable a virtual environment for this project. ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ നമ്മൾ വിർച്വൽ എൻവയൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നു. Virtual environment is now enabled. Now let's create our source file. ഈ പ്രോജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്തില്ല, മുമ്പ് ഉപയോഗിച്ച പോലെ ഒരു തേർഡ് പാർട്ടി ലൈബ്രറി ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി നമ്മുടെ ലോജിക്കൽ പൈത്തൺ പ്രോഗ്രാമിംഗിന്റെ ബേസിക് ലോജിക്കൽ കൺട്രോൾ ഫ്ലോ ആസ്പെക്ട്സ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു എക്സ്ട്രാ കാര്യം നമ്മൾ അത് ചെയ്യുന്നത്, സാധാരണ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇമ്പാക്ട്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾ ഇതിലൊരു ടൈം മൊഡ്യൂളിലുള്ള സ്ലീപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു 1 second ഡിലേ എല്ലാ പ്രിന്റ് സ്റ്റേറ്റ്മെന്റും കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ചെറിയൊരു ഗെയിമിന്റെ ഒരു എൻവയൺമെന്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം 1 second ഡിലേ വെച്ച് പ്രിന്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം യൂസ് ചെയ്യുന്നു. ബാക്കി എല്ലാം തന്നെ ബേസിക് പൈത്തൺ സിന്റാക്റ്റിക്കൽ എലമെന്റ് വെച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഓരോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഇടയ്ക്ക് 1 second ഡിലേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം എന്നുള്ള മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യൂസർ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ്. അപ്പോൾ അതിനകത്ത് വരേണ്ടത് എല്ലാ കണ്ടന്റുകളും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് പഠിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് 4 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഓരോന്നിനിടയ്ക്കും ടൈം ഡോട്ട് സ്ലീപ്പ് ഫംഗ്ഷൻ 1 second. പ്രധാനമായിട്ടും 5 ഫംഗ്ഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ നമ്മളെ പ്രോഗ്രാമിന്റെ ലോജിക്കിനെ നമ്മൾ 4 സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു കേവ് എൻട്രൻസ് എന്നൊരു ഫംഗ്ഷൻ, മറ്റൊന്ന് എൻകൗണ്ടർ ട്രാപ്പ് എന്നൊരു ഫംഗ്ഷൻ, ഡാർക്ക് കോറിഡോർ എന്നൊരു ഫംഗ്ഷൻ, അവസാനം കൺക്ലൂഷൻ. അപ്പോൾ ഈ ഗെയിമിന്റെ പല പാർട്ടും പല പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പുകളും സ്റ്റേജസ് 4 ഫർദർ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യും ഫോർ സിംപ്ലിസിറ്റി. ലാസ്റ്റ് നമുക്ക് ഓരോ ഫംഗ്ഷനും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂഷൻ സ്റ്റെപ്പ് എഴുതണം. Now let's write cave underscore entrance function. ഇവിടെ മുതൽ യൂസറിനോട് നമ്മൾ എന്ത് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം അയാൾ ആ കേവിന്റെ ഫ്രണ്ടിലാണ് എന്ന് നമ്മൾ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2 ഓപ്ഷൻസ് അയാൾ കൊടുക്കുകയാണ്. സോ ആ സ്റ്റെപ്പ് യൂസർ നമുക്ക് ഇൻപുട്ട് തരുന്ന സ്റ്റെപ്പാണ്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ നമ്മൾ അയാൾ കൊടുക്കുന്ന 2 ചോയ്സുകളാണിത്. ഒന്നെങ്കിൽ ഗെയിമിനകത്തേക്ക് കയറുക, അല്ലെങ്കിൽ മറ്റൊരു വഴി നോക്കുക എന്നുള്ളത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഇൻപുട്ട് യൂസർ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് നമുക്ക് മറുപടി തരണം. അപ്പം നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും യൂസറിന്റെ ഇൻപുട്ട് കളക്ട് ചെയ്യുന്നത്. അതായത് യൂസറിന് കൊടുക്കേണ്ട ഓരോ ചോയ്സുകളും ഓരോ ഫംഗ്ഷനിൽ നിന്നും നമ്മൾ സെൻഡ് ചെയ്യുകയും അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് യൂസറിനെ കൊണ്ട് മറുപടി തരുന്നതായിട്ട് ഇത്രയും ലോജിക്ക് ഒരു ഫംഗ്ഷനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകാം. ഓക്കെ, നമുക്കതിന് മേക്ക് ചോയ്സ് എന്ന ഒരു പേരിടാം. ആ മേക്ക് ചോയ്സ് ഫംഗ്ഷന്റെ സെറ്റപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ കഴിഞ്ഞ് നമുക്ക് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ മേക്ക് ചോയ്സ് എന്നുള്ള പേരിലുള്ള ഈ ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് കളക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ചോയ്സസ്.
അതായത് ഓരോ ഫംഗ്ഷനും കോൾ ചെയ്യുന്ന സമയത്ത് ഈ മേക്ക് ചോയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എന്തൊക്കെയാണോ യൂസറിന് ഇൻപുട്ട് ചോയ്സ് ആയിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മളോട് സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അവർ ലോജിക്കലി ഓരോ നമ്പർ ആയിട്ടിട്ട് ആ ചോയ്സ് പ്രസന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ലൂപ്പാണ്. അതിനുശേഷം തിരികെ യൂസർ ഇൻപുട്ട് ചെയ്ത വാല്യൂ കൃത്യമാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് ആണെങ്കിൽ ഈ തിരിച്ച് വിളിച്ച ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് കേവ് എൻട്രൻസിൽ വരാം. കേവ് എൻട്രൻസിൽ ഈ ഒരു മൊമെന്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചോയ്സസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ കേവിനുള്ളിലേക്ക് കയറുക, മറ്റൊരു ഓപ്ഷൻ മറ്റൊരു വഴി നോക്കാൻ പോവുക. ഈ ഒരു ചോയ്സ് യൂസർ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയാളോട് പറയാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കും. അഗെയിൻ നമ്മൾ അയാൾക്ക് കുറച്ച് ചോയ്സ് കൊടുക്കുകയാണ്. ആ ചോയ്സ് ബേസ് ചെയ്തും നമ്മളൊരു ഫ്ലോ സെറ്റ് ചെയ്യുന്നു. ഫ്ലോ സെറ്റിംഗ് പ്രത്യേക ശ്രദ്ധിക്കാം. ആദ്യമായുള്ള കേവിന്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നടക്കുന്ന ഇത്രയും കാര്യങ്ങളും ഒറ്റൊരു ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒരു ബ്ലോക്കിൽ പെടുന്നതായിട്ട് നമ്മൾ ചെയ്യുവാണ്. യെസ്, ഇത്രയും ആക്ടിവിറ്റീസ് ഒരൊറ്റ ഒരു ഫ്ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് അദ്ദേഹം കേവിനകത്തേക്ക് കയറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിന്ന് വരുന്ന ഒരു ചോയ്സ്. സോ ഇതല്ല, മറ്റൊരു ഓപ്ഷനാണ്. പുള്ളി എൻ്റർ ചെയ്യുന്നില്ല, അയാള് ലുക്ക് ഫോർ അനദർ വേ എന്നൊരു ചോയ്സ് ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ തുടരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും ചോയ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ചോയ്സ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കും. ഇത്രയും കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ കഴിഞ്ഞ് കേവ് എൻട്രൻസ് ഫംഗ്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻകൗണ്ടർ ട്രാപ്പ് ഫംഗ്ഷൻ. അതായത് യൂസർ ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂസർ എന്തായിരിക്കും, പുറത്ത് കിടന്ന് കറങ്ങിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തേക്ക് കയറുണ്ടാവും. എന്തായാലും ഇവഞ്ച്വലി അയാൾ ഗുഹയ്ക്കകത്ത് കയറിയാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ലെവലിലേക്കൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ലെവലായിട്ടുള്ള എൻകൗണ്ടർ ട്രാപ്പ് സെറ്റ് ചെയ്യാം. എല്ലാം തന്നെ മെയിൻ കൺട്രോൾ ഫ്ലോയിൽ വരുന്നതാണ്. യെസ്, ഈ ഒരു സൈഡിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്. എൻകൗണ്ടർ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങളൊരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കും, നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. ആ ഓപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് എഴുതാം. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ചിട്ട് ഫർദർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലോജിക് ഇവിടെ ആഡ് ചെയ്യാം. അയാൾ പക്ഷേ നമ്മൾ മെയിനായിട്ട് ഒരു ലോജിക്കൽ ഫ്ലോ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ. എന്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൽ വിജയിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സിം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് നമ്മളൊരു ഡാർക്ക് കോറിഡോർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു ഭാഗം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഒരേ ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു ലോജിക്കൽ ഫ്ലോ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൃത്യമായിട്ട് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാൻ പഠിക്കാനുള്ള ഉദ്ദേശം. ഈ ഒരു ലോജിക് പ്രോഗ്രാമിംഗ് ലോജിക് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓർഗനൈസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാവുന്നതാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ കൊടുക്കുകയാണ്. ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രേറ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ 3ലേക്ക് മറ്റൊരു ലോജിക് കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഓപ്ഷൻ ചോയ്സ് നമ്മൾ ഇഫ് else if എന്നുള്ളതിന്റെ കണ്ടീഷൻ വരുന്നു. സോ elif or else if ഇത്രയും ലോജിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് 3ാമത്തെ ഓപ്ഷനിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അത് നമുക്ക് else എന്ന് കിട്ടും. സോ ഈ else if ladder നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു.
അതായത് 3 ഓപ്ഷൻസ് ആണ്, ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ 3-ൽ 1 സെലക്ട് ചെയ്യാൻ പറയുന്നു. ആ 3 സിനാരിയോയ്ക്ക് വേണ്ടി ലോജിക്കും ഇന്നർ ലോജിക്കും നമ്മൾ ഇനി കൺക്ലൂഷൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയും 4 ഏരിയയിലൂടെ കടന്നു വരുമ്പോഴേക്കും നമ്മുടെ യൂസർ എന്ത് ചെയ്തിരിക്കും, ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺക്ലൂഷൻ നമ്മുടെ മെയിൻ ലോജിക്കിന്റെ ഭാഗമാണ്. സോ നമ്മൾ ഈ എൻറ്റയർ പ്രോഗ്രാം നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. മെയിനായിട്ടും നമ്മൾ ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം 1 സെക്കൻഡിൽ പ്രിന്റ് ചെയ്യുന്നത് മാത്രമാണ്. അതിനുശേഷം യൂസറിന് ചോയ്സുകൾ മേക്ക് ചെയ്യാം. അതായത് ഓരോ തവണ യൂസറിന്റെ കയ്യിൽ നമ്മൾ ഈ ഡേറ്റ നമ്മൾ ചോദിച്ച് വാങ്ങുന്നു, പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നു. അതിനുവേണ്ടി നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഫംഗ്ഷൻ ഉണ്ടാക്കും. അതിന്റെ പ്രത്യേകത ഈ ഫംഗ്ഷൻ ഇതിനകത്തേക്ക് ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് കൃത്യമായിട്ട് നമ്പർ ഇട്ട് എന്ത് ചെയ്യും പ്രസന്റ് ചെയ്യുകയും യൂസറിന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് ആ നമ്പർ ബേസ്ഡ് ഇൻപുട്ട് മാത്രം വാങ്ങിച്ച് വിളിച്ച ഫംഗ്ഷനിലേക്ക് എന്താണോ അയാളുടെ ചോയ്സ് എന്നുള്ളത് തിരിച്ച് റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മേക്ക് ചോയ്സ്. ഇനി പ്രധാനപ്പെട്ട നമ്മുടെ ലോജിക്കുകൾ ഇതൊക്കെയാണ്. ഈ ഒരു ലോജിക്കൽ ഫ്ലോ വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇവിടെ മെയിൻ ഫംഗ്ഷന്റെ ആയിരിക്കും ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കേവ് എൻട്രൻസ് എന്നുള്ള ഫംഗ്ഷൻ. കേവ് എൻട്രൻസ് ഫംഗ്ഷൻ. കേവ് എൻട്രൻസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത കാരണം ഇതൊക്കെയാണ്. ഒരു സിമ്പിൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന് ശേഷം യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള 2 ചോയ്സസ് ഇതൊക്കെയാണ്. സോ ഇത് രണ്ടും ഏത് ഫംഗ്ഷനിലായിരിക്കും നടക്കുക, മേക്ക് ചോയ്സ് എന്നുള്ള ഫംഗ്ഷനിൽ ഈ 2 ഓപ്ഷനും നമ്പർ ഇട്ട് യൂസറിന് കാണാൻ സാധിക്കുകയും അയാൾ ടൈപ്പ് ചെയ്യുന്ന 1 or 2 എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ബേസ് ചെയ്ത് ഓപ്ഷൻ നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുകയും വീണ്ടും ഇതിനകത്ത് തന്നെ ഒരു ചോയ്സ് മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല അയാൾ ചെയ്തിരിക്കുന്ന ലുക്ക് ഫോർ അനദർ വേ, അദ്ദേഹം ടൈപ്പ് ചെയ്യുന്ന 2 എന്നൊരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ആയിട്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. ഇങ്ങനെ ഓരോ ഫംഗ്ഷനിലും ഇതേപോലെ യൂസറിനെ വെയിറ്റ് ചെയ്യുന്ന കുറെ ചോയ്സുകൾ അത് ബേസ് ചെയ്ത് ഉണ്ടാവുന്ന കൺട്രോൾ ഫ്ലോ. ഇങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ ലീനിയർ ആയിട്ട് ഇൻട്രൊഡക്ഷൻ ഫംഗ്ഷൻ, കേവ് എൻട്രൻസ് ഫംഗ്ഷൻ, എൻകൗണ്ടർ അണ്ടർസ്കോർ ട്രാപ്പ് ഫംഗ്ഷൻ, ഡാർക്ക് ഓർഡർ, അങ്ങനെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് പാത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു ഫംഗ്ഷനാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശരിക്കും നമ്മളൊരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് മോഡലിലൊക്കെ ഗെയിം ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള കൺട്രോൾ ഫ്ലോ സ്കിൽസ് കിട്ടുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള ട്രാൻസ്ലേറ്റർ ഫംഗ്ഷൻ ഒക്കെ വെച്ച് ഇതിനെ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് സ്പീച്ച് ട്രാൻസ്ലേഷൻ നടത്താം. യൂസറിന്റെ ഇൻപുട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് വാങ്ങിക്കാം. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് നമ്മൾ മുമ്പ് പഠിച്ച കാര്യം കൂടി ഇതിലേക്ക് പ്രയോജനപ്പെടുത്തി ഈ പ്രോജക്റ്റ് മനോഹരമാക്കാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.